സ്കോളർഷിപ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ച മാർക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരുപാട് രാജ്യങ്ങൾ സ്കോളർഷിപ്പ് തരുന്നത്. ഇപ്പോൾ US, UK, അതുപോലെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അയർലൻഡ്, ജർമ്മനി, കാനഡ, ഇങ്ങനെ ഒട്ടനവധി രാജ്യങ്ങളും സ്കോളർഷിപ്പ് തരുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റീസ് തരുന്ന സ്കോളർഷിപ്പ് മാത്രമല്ല, അതത് രാജ്യങ്ങളുടെ ഗവൺമെൻറ് തരുന്ന സ്കോളർഷിപ്സ് സെപ്പറേറ്റ് വേറെയുമുണ്ട്. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് മാർക്കുള്ളവർക്ക് മാത്രമേ സ്കോളർഷിപ്പ് കിട്ടൂ എന്ന്. ബട്ട് ദാറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ചില ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസിൽ അവിടെ ഓഫർ കിട്ടാൻ അർഹതയുള്ള എല്ലാ കുട്ടികൾക്കും അവർ സ്കോളർഷിപ്പ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഐ എം ഹാവിങ് 60%, another student is having 70%, another student is having 90%. So obviously സ്കോളർഷിപ്പ് കൂടുതൽ കിട്ടേണ്ടത് 90 ഉള്ള കുട്ടിക്കായിരിക്കണം. പക്ഷേ ഈ പറയുന്ന ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ് ഓഫർ കിട്ടാൻ അർഹതയുള്ള ഈ 3 പേർക്കും ഒരേപോലെ 4 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുക്കും. സോ ദാറ്റ്സ് എൻ ഓട്ടോമാറ്റിക് തിങ് ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ മാർക്സ്. എന്നാൽ മറ്റ് ചില യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നത് മാർക്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് അവരൊരു കട്ട് ഓഫ് പെർസെൻറ്റേജ് വയ്ക്കും. നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഏകദേശം 75% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ സ്കോളർഷിപ്പ്. അപ്പോൾ മെറിറ്റ് സ്കോളർഷിപ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്.